അർച്ചന, അനഘേ, ആതിര, സ്നേഹേ, ഇവരാരും ഇതുവരെ റെഡിയായില്ലേ? ആ, അല്ലെങ്കിലും ഈ പെണ്ണുങ്ങളെ ഒരിക്കൽ ഒരു സ്ഥലത്തേക്ക് പോവാന്ന് വെച്ചാ വലിയ പ്രയാസം. അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ. ആ, അത് സാരമില്ല. അച്ഛൻ വരുമ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞാ മതി. നന്ദേട്ടൻ സന്ദേശം കൂട്ടി ഷോപ്പിലേക്ക് വന്നോളൂ. ഓക്കെ. എന്താ ഇതൊക്കെ? അച്ഛൻ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോയോ? ഞങ്ങൾ എല്ലാവരും കൂടി ഷോപ്പിങ്ങിന് പോകാൻ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. ഇനി അതൊന്നും വേണ്ട. സന്ധ്യയ്ക്കും നന്ദനും മാത്രമല്ല, കല്യാണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ആഹാ, അച്ഛൻ ഇതെന്ത് പണിയാ കാണിച്ചേ? രാവിലെ പോയപ്പോ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഞങ്ങളും കൂടി വരില്ലായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഞാൻ ഇവരോടൊക്കെ സംസാരിച്ചപ്പോ അത് വേണ്ടാന്ന് എനിക്ക് തോന്നി. നന്ദനും അവന്തികയും തമ്മിലുള്ള ഡിവോഴ്സ് ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ആഘോഷമായ ഒരു കല്യാണം നടത്താനുള്ള വകുപ്പ് ഇപ്പൊ ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് പോയി ഇത് വാങ്ങിയാൽ ഒരാളും അറിയുകയില്ല. അത് നന്നായി അച്ഛാ. കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇനി ഷോപ്പിങ്ങിന് പോണ്ടല്ലോ. പാവം, അനക്ക് മാത്രം കൊച്ചുങ്ങളെ നോക്കിയിരുന്ന് ഒരു വഴിയായനെ. ആ, അതൊക്കെ ശരിയാ. പക്ഷേ കല്യാണത്തിന് നമുക്ക് എല്ലാവർക്കും പോണം. ആ ചടങ്ങ് നമുക്കും കാണണ്ടേ? വേണ്ട വേണ്ട. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ എല്ലാവരും കൂടി പോകാതിരിക്കുന്നതാ നല്ലത്. അർച്ചനയും സച്ചിയും സന്ദീപും മാത്രം അവരുടെ കൂടെ പോയാൽ മതി.